ഗുഡ് ഈവനിങ്. ആക്ച്വലി ഞാൻ ഈ ട്രെയിനിങ് സെഷനെ കുറിച്ച് ആലോചിക്കാൻ കാരണം ഇപ്പം നമുക്ക് ഇത്രയും നാൾ നമുക്കൊരു ഒന്നോ രണ്ടോ ഒരു ടെലികോളർ അല്ലെങ്കിൽ 2 ടെലികോളറൊക്കെ ഉള്ളായിരുന്നു. നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾ കേരള ലെവലിലേക്ക് വരുമ്പോൾ എനിക്കും ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ടെക്നിക്കലി അഫ്കോഴ്സ് എനിക്കറിയാം, ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് പറഞ്ഞൊക്കെ അറിയാം, എൻ്റെ വിഷൻ എന്താണെന്ന് പറഞ്ഞൊക്കെ അറിയാം. ബട്ട് അതിനപ്പുറം ഈ പറയുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞൊക്കെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സാറോട് വിളിച്ചപ്പോൾ തന്നെ സാറോട് പറഞ്ഞത് എനിക്ക് 2-3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതാണ് കവർ ചെയ്യേണ്ടത്. അപ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു 1 ഫുൾ ഡേ വേണം, അല്ലാതെ പറ്റത്തില്ല എന്ന് ഓൾറെഡി സാറ് പറഞ്ഞതാണ്. പക്ഷേ നമുക്ക് നമ്മളെ സമയം പരിമിതി ഈ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞ സാറേ ഇന്നിപ്പോൾ തൽക്കാലം ഹാഫ് ഡേ മതി, നമുക്ക് അത് കഴിഞ്ഞുള്ള സെഷനിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സാറ് ഹാഫ് ഡേ ആക്കി ചുരുക്കിയത്. അപ്പം അത് പറഞ്ഞപ്പോഴും സാറ് പറഞ്ഞത് സെയിൽസ് എന്നൊരു വലിയ ഫീൽഡാണ്, മനസ്സില്ല. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, പ്രവീൺ ചേട്ടൻ പറഞ്ഞ പോലെ പുള്ളി ഏകദേശം 20 വർഷമായി സെയിൽസിൽ. അതേപോലെ ഇന്നലെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇന്നലെ ജോയിൻ ചെയ്തതാണ്, അവർക്ക് ആദ്യമായിട്ട് ജോലിക്ക് വരുന്ന ആൾക്കാരാണ്. അപ്പം അത് തൊട്ട് ആ ഏജിലുള്ള അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വരെ, അല്ലെങ്കിൽ ഇപ്പം രമേശ് സാറിനെ പോലെ അത്രയും ഒരു ഏജിലായിട്ടുള്ള ആൾക്കാരെയും ഈ ഒരു സ്മാളർ ഏജിലുള്ള ആൾക്കാരെയും ഡീൽ ചെയ്തത് വണ്ടർഫുൾ ആയിരുന്നു. കാരണം അതിനകത്ത് ഒരു ഓപ്ഷൻ ഇല്ല, അത്രയും സ്മൂത്തായിട്ട് വരും എന്നുള്ളത് ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ സാർ ഏകദേശം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാറിന് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് അതിനകത്ത് വിലയിരുത്താനൊന്നും അറിയത്തില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് സെഷനാണ്. എനിക്ക് സെയിൽസിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. സെയിൽസ് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് എക്സ്പീരിയൻസ് മീൻസ് ഈ പ്രവീൺ ചേട്ടനെ പോലെ ഒന്നും എക്സ്പീരിയൻസ് നമുക്കില്ല. അപ്പം ആ ഒരു രീതിയിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കാന്നുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.